CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്നും അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്നും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ. 24-ന് തനിക്കെതിരെ സ്വന്തം മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ CCN ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അഫ്സൽ. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. നെല്ലായിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. പട്ടിശ്ശേരി ഏറത്തു വീട്ടിൽ പ്രീതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നെല്ലായ പള്ളിപ്പടിയിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം. മലപ്പുറം കുടുംബ കോടതി പരിസരത്ത് ഭർത്തൃമാതാവിനെ മരുമകൻ വെട്ടി പരിക്കേൽപ്പിച്ചു. അരീക്കോട് കാവനൂർ സ്വദേശിനി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടൂർ സ്വദേശി ബൈജുമോനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വ്യാഴാഴ്ച ചർച്ച ചെയ്യും. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിനാൽ KT അഫ്സലിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയിരുന്നു. തുടർന്നാണ് UDF അവിശ്വാസ പ്രമേയം നൽകിയത്. CCN തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മറ്റന്നാൾ, അതായത് ജൂലൈ 25 വ്യാഴാഴ്ച ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുകയാണ്. ഈ അവിശ്വാസ പ്രമേയം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെതിരെ മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നതാണ്. ഇത് മറ്റു അവിശ്വാസ പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സാധാരണ ഉണ്ടാകുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷത്തു നിന്നല്ല, ഭരണപക്ഷത്ത് തന്നെയുള്ള ഭിന്നിപ്പിന്റെ ഭാഗമായിട്ടുള്ള അവിശ്വാസ പ്രമേയമാണ് ഈ വരുന്ന വ്യാഴാഴ്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 11 മണിക്ക് ചർച്ചയാകുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം 2020 മുതൽ 25 വരെയുള്ള കാലയളവിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 21 വാർഡുകളുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് UDF-ൽ നിന്ന് 14 സീറ്റും LDF-ന് 7 സീറ്റുമാണുള്ളത്. UDF-ലെ 14 സീറ്റിൽ 13 അംഗങ്ങൾ മുസ്ലിം ലീഗ് പ്രതിനിധികളും ഒരു കോൺഗ്രസ് പ്രതിനിധിയുമാണ്. LDF-ൽ നിന്ന് CPM പ്രതിനിധികളായി 7 പേരുമാണുള്ളത്. അങ്ങനെ 21 അംഗ പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്ന് 14 അംഗങ്ങളുടെ പിന്തുണയോടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് UDF കഴിഞ്ഞ 2020-ൽ ഇവിടെ അധികാരത്തിൽ വന്നത്. പക്ഷെ 2020-ൽ UDF അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു 3 കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ ഈ ഭരണസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം പങ്കിടുക എന്നുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് CT നൌഷാദ് അലി 2021 മുതൽ 22 വരെയുള്ള കാലയളവിലും ശേഷം 2022 മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ KT അഫ്സൽ അലിയും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പ്രസിഡന്റായി തുടരുക. തുടർന്നുള്ള കാലങ്ങളിൽ 2024 മെയ് മുതൽ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെയുള്ള സമയത്ത് MP മജീദ് മാസ്റ്റർ, മുസ്ലിം ലീഗിലെ തന്നെ MP മജീദ് മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്ന ധാരണയായിരുന്നു. എന്നാൽ ഈ ധാരണയെ തെറ്റിച്ചുകൊണ്ട് മെയ് മാസത്തിൽ KT അഫ്സൽ അലി രാജിവെച്ചില്ല. അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് മെയ് 6 ശേഷം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ അഫ്സൽ അലിക്ക് കത്ത് നൽകിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഹകരിക്കണമെന്ന്. എന്നാൽ അത് തീരുമാനം നടപ്പിലാക്കാതെ ഭരണകക്ഷിയിൽ നിന്നും ആളുകൾക്കിടയിൽ എനിക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് ഈ സ്ഥാനത്ത് അഫ്സൽ അലി തുടരുകയായിരുന്നു. അതേ തുടർന്നാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരു വിഭാഗം, 7 അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒരു വിഭാഗം അഫ്സൽ അലിയുടെ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള പാർവതിക്കാണ്. പാർവതിയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ അധികാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ. അവർക്ക് അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്തു. ഒരു അവിശ്വാസ പ്രമേയം കൊടുക്കുന്നതിന് ഒരു കക്ഷിയിലെ അല്ലെ ഒരു ഭരണസമിതിയിലെ 3/1 ആളുകളുടെ സ്വാധീനം, 3/1 ആളുകൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയം കത്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ 21 വാർഡുകളിൽ നിന്ന് 7 പേർ ഒപ്പിട്ടിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസാണ് കൊടുത്തത്. ആ 7 പേർ ഒപ്പിട്ടാൽ അതിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു അംഗം കൊണ്ടുപോയി കൊടുത്താൽ മതി ഭരണാധികാരിക്ക്. അങ്ങനെ കഴിഞ്ഞ ഈ ജൂലൈ 11-ന് ഭരണാധികാരിയായിട്ടുള്ള പാർവതിക്ക് ഇവിടെ നിന്നുള്ള അവിശ്വാസ പ്രമേയം കിട്ടി. ആ അവിശ്വാസ പ്രമേയത്തിൽ 7 പേർ ഒപ്പിട്ടുകൊണ്ട് ജൂലൈ 11-ന് ഇതിന് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. ഈ അവിശ്വാസ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ മറ്റന്നാൾ വ്യാഴാഴ്ച ജൂലൈ 25-ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടെ നമ്മൾ കാണുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുക. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് രാവിലെ 11 മണിക്കാണ്. രാവിലെ കൃത്യം 11 മണിക്ക് ഹാളിൽ പ്രവേശിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾക്ക് മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ കഴിയുക. 11 മണിക്ക് ശേഷം വൈകി വരുന്ന ഒരാൾക്കും അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ 11 മണിക്ക് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ മുസ്ലിം ലീഗിൽ തന്നെ ഒരു വിഭാഗം കൊടുത്തിട്ടുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ ഈ 11 പേർ, അതായത് പകുതി ആളുകൾ കോറം തികഞ്ഞാലാണ് ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരിക. അങ്ങനെ നോക്കുമ്പോൾ 21 വാർഡുകളിൽ നിന്ന് 21 അംഗത്തിൽ നിന്ന് പകുതി എന്ന് പറയുന്നത് 11 പേർ ഇവിടേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ 11 പേർ വരണം. അപ്പോൾ 11 പേര് വ്യാഴാഴ്ച എത്തുമോ? അത് തന്നെ വളരെ ഉദ്യോഗജനകമായ വാർത്തയാണ്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്. കാരണം 11 പേരിൽ 10 പേരെത്തിയാൽ ഇത് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ അഫ്സലിന് എതിരെ കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടും. ശേഷം 11 പേർ പങ്കെടുക്കുകയാണെങ്കിൽ കോറത്തിനനുസരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആ നടപടിക്രമത്തിൽ അധ്യക്ഷത വഹിക്കുക ഭരണാധികാരിയായിട്ടുള്ള പാർവതിയാണ്. അവരുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ഇതിൽ ചർച്ചകൾ 3 മണിക്കൂർ സമയം വരെ ചർച്ച നടത്താമെന്നുള്ളതാണ് അതിന്റെ നിയമം മുന്നോട്ട് വെക്കുന്നത്. ആ 3 മണിക്കൂർ ചർച്ച എന്നുള്ള ആദ്യത്തെ തന്നെ ചർച്ചയുടെ ആവശ്യമില്ല, നമുക്ക് വോട്ടെടുപ്പിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ വോട്ടെടുപ്പിലേക്ക് പോകും. അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കുന്നു, അവിശ്വാസ പ്രമേയത്തെ എതിർക്കുന്നു എന്ന് ബാലറ്റിൽ എഴുതി ഈ പഞ്ചായത്ത് മെമ്പർ അതിന്റെ പുറകിൽ പേരുകൾ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണാധികാരിയും ഒപ്പിട്ട് കൊടുക്കും. അത് ഇൻഡു ചിഹ്നമാണ് ഇടുക. അതിൽ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വോട്ടെടുപ്പ് നടത്തി ആരാണ് ഇതിൽ അവിശ്വാസ പ്രമേയം വിജയിക്കുമോ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമോ എന്നതിലേക്കാണ് പോവുക. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അവിശ്വാസ പ്രമേയത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നതുവരെയെല്ലാം നമുക്ക് പിന്നീട് അറിയാൻ കഴിയുന്ന സാഹചര്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് വോട്ടെടുപ്പ് പിന്നീട് നമ്മുടെ സ്വാധീനവും രാഷ്ട്രീയ സംഘടനകൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് അവിടെ അതിന്റെ പുറകിൽ ഒപ്പിട്ടുണ്ടാവും. ഓരോരുത്തരുടെ വോട്ട് അസാധുവായോ ആർക്ക് കിട്ടി എന്നതെല്ലാം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വിട്ടുനിൽക്കുന്ന 7 CPIM അംഗങ്ങളുണ്ട്. ഇതിനകത്ത് CPIM എടുക്കുന്ന പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് വളരെ പ്രസക്തമാകും. CPIMനെ സംബന്ധിച്ചിടത്തോളം UDF-നകത്തുള്ള ഒരു കക്ഷിയാണ്. UDF-നകത്ത് കക്ഷി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഔദ്യോഗിക ലീഗ് ആയിട്ടല്ല മുസ്ലിം ലീഗിന്റെ KT അഫ്സൽ അലി ഇവിടെ തുടരുന്നത്. ഔദ്യോഗിക ലീഗല്ല, വിമത പക്ഷമാണ്. ആ വിമത പക്ഷത്തെ ഒരുപക്ഷെ CPIM പിന്തുണച്ചേക്കാം, ഒരുപക്ഷെ CPIM വോട്ടെടുപ്പിൽ നിന്ന് മാറിയേക്കാം. സാഹചര്യങ്ങളെല്ലാം നോക്കി അതിനനുസൃതമായ നിലപാടെടുക്കുകയാണ് CPIM ചെയ്യുക എന്നുള്ളതാണ് CPIM നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിവാദ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സ്വാഭാവികമായിട്ടും ലീഗും കോൺഗ്രസ് നേതാക്കന്മാർക്ക് പരിമിതിയുണ്ട്. പക്ഷേ അഫ്സൽ അലി നമ്മളോട് പ്രതികരിച്ചത് എനിക്ക് ഭൂരിപക്ഷം തികക്കാൻ കഴിയും, വ്യാഴാഴ്ച എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വ്യാഴാഴ്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത വലിയ ശ്രദ്ധിക്കുന്ന വാർത്തയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഒരു വലിയ ചർച്ചയും ശേഷമല്ല അവിശ്വാസ പ്രമേയം വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആലിപ്പറമ്പ് പഞ്ചായത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കുറവുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുന്നിൽ നിന്നും CCN ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ നൗഷാദ് ആലിപ്പറമ്പിനോടൊപ്പം ശംസുദ്ദീൻ ആലിപ്പറമ്പ്. അധികാര വടംവലിയാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് CPM നേതാവ് മുരളി വളാങ്കുളം. ഇക്കാര്യത്തിൽ സാഹചര്യം നോക്കി നിലപാട് സ്വീകരിക്കുമെന്നും മുരളി വളാങ്കുളം CCN ന്യൂസിനോട് പറഞ്ഞു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ കോൺഗ്രസും അതല്ലെങ്കിൽ അതേപോലെ തന്നെ UDF-ന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും ഗ്രൂപ്പ് വഴക്കാണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വികസന പ്രവർത്തനത്തിനും ഈ ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ഭരണപരാജയമാണ് UDF-ന്റെ അടുത്തുള്ളത്. ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 2 ലോക്കൽ കമ്മിറ്റികളാണ്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറയും. ഞങ്ങളുടെ പാർട്ടി ഒക്കെ ആലോചിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങൾ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഭാവിയിൽ പറയും. CCN പെരിന്തൽമണ്ണ. മലപ്പുറം കുടുംബക്കോടതി പരിസരത്ത് ഭർതൃമാതാവിനെ മരുമകൻ വെട്ടി പരിക്കേൽപ്പിച്ചു. അരീക്കോട് കാവന്നൂർ സ്വദേശി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാന്തയുടെ മകൾ ദിൽഷയുടെ ഭർത്താവ് വണ്ടൂർ സ്വദേശി ബൈജുമോനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ദിൽഷ ബൈജുമോനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് 2023 മലപ്പുറം കുടുംബകോടതിയെ സമീപിച്ചിരുന്നു. ഇരുവരെയും കൗൺസിലിംഗിന് അയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയിരുന്നു. കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജുമോൻ ഓട്ടോറിക്ഷ കൊണ്ട് ദിൽഷയെ ഇടിച്ചു വീഴ്ത്തി. ഇവരെ സഹായിക്കാൻ വന്ന ശാന്തയെ ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു. ശാന്തയുടെ പുറത്തും തുടയിലും വെട്ടേറ്റു. പുറത്തേറ്റ പരിക്ക് ഗുരുതരമാണ്. ബൈജുമോനെ കോടതി പരിസരത്ത് ഉണ്ടായിരുന്ന
ഓട്ടോ ഡ്രൈവർമാരും അഭിഭാഷകരും ചേർന്ന് തടഞ്ഞുവെച്ചു. മലപ്പുറം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ജില്ലാ ആശുപത്രിയിലെത്തിച്ച ശാന്തയെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബൈജുമോനെ തന്നെ സംശയമാണെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ചാണ് ദിൽഷ ബൈജുമോനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടത്. 2016 വിവാഹിതരായ ഇവർക്ക് 2 ആൺകുട്ടികളുണ്ട്. ബൈജുമോനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസുമായി നേരിയ ഉന്തും തള്ളുമുണ്ടായി. ചെർപ്പുളശ്ശേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ സമരം ചെയ്യണമെന്നും നഗരസഭയെ നയിക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് പണി വേറെയാണെന്നും കൂട്ടുത്തരവാദിത്തമില്ലാത്ത കൂടിയാലോചനയില്ലാത്ത ഭരണസമിതിയാണ് നഗരസഭ ഭരിക്കുന്നതെന്നും KM ഇസ്ഹാഖ് ആരോപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഇവിടെ പദ്ധതി പ്രവർത്തനം നടക്കുന്നില്ല. എന്താ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നടക്കുന്നത്? കൗൺസിൽ കൂടി കുറെ കാര്യങ്ങൾ പറഞ്ഞാണ് പാസ്സാക്കും. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത് പറയാൻ നീട്ടുന്ന ഇനി അവസരമില്ലാന്നാ. ഇതെന്ത് ജനാധിപത്യ? പഞ്ചായത്തി രാജ് നഗരപാലികാ നിയമം ചൈനയിലെയും റഷ്യയിലെയും പോളണ്ടിലെയും ഹംഗറിയിലെയും ജനാധിപത്യമല്ല. ഇന്ത്യക്കൊരു ജനാധിപത്യമുണ്ട്, ഇന്ത്യക്കൊരു സഹിഷ്ണുതയുണ്ട്, ഇന്ത്യക്കൊരു ബഹുസ്വരതയുണ്ട്. അതെല്ലാവരെയും കേൾക്കാനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വിധേയമായി കാര്യങ്ങൾ ചെയ്യാനുമാണ്. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വീതം എത്രയാ? ഇപ്പൊ ഒരുപാട് കാര്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ 4 കോടി കൊണ്ട് ചെയ്തത് നിങ്ങൾ 12 കോടി കൊണ്ട് ചെയ്തോ? 3 ഇരട്ടി കാശാപ്പ വരുമാനം. എന്താ നഗരസഭയായിട്ട് കാര്യം എന്നാ ചോദിച്ചിരുന്നത്? ഇപ്പൊ നല്ലോണം വാങ്ങി വെച്ച് നമുക്ക് ഇഷ്ടംപോലെ കാശുണ്ട് നഗരസഭയിൽ എന്നാ ചെയർമാൻ കൗൺസിൽ പറയാം. എന്നിട്ട് ഓരോരുത്തർ 10 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സൗകര്യമല്ല. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യണം. സമരം ചെയ്താൽ ഇവിടെ നടക്കുള്ളൂ. പിന്നെ ഞാനും സുബീഷൊക്കെ കൂടിയിട്ട് സമരം ചെയ്യണമെന്ന് ആലോചിച്ചാലും ചിലത് നടക്കും. അപ്പൊ കാറൽമണ്ണ കണ്ടു. പന്നിയകുരിശിക്കാര് കുറെ കാത്തിരുന്ന് അവസാനം സമരം ചെയ്തു. അപ്പോഴപ്പോ ലേശ റീസ്റ്റോറേഷൻ നടന്നത്. ഇതിന്റെ മുമ്പ് ചെയ്തൂടെ? ഈ അമൃത് പദ്ധതി ചെർപ്പശ്ശേരി നഗരസഭയിലുള്ളൂ. പക്ഷെ ഇത്ര കെടുകാര്യസ്ഥത ഈ ഭരണസമിതിക്കല്ലാതെ എവിടെയുള്ളത്? അപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരെ അംഗീകരിക്കാതെ, ഉൾക്കൊള്ളാതെ, അവരുടെ ആശയവിനിമയം നടത്താതെ ഒരു ഭരണമാണ് പോകുന്നത്. മാത്രമല്ല, ഇവിടെ ആര ഭരിക്കള്ള്? ഒരു വിദ്വാൻ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഇവിടെ സ്ഥിരമായിട്ട് അവിടെ കസേര പറക്കണേന് അവിടെ ഇരിക്കുന്നത് കാണാം. വേറെ ആരാ അവിടെ ഉള്ളത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ പണി വേറെ. നിങ്ങൾക്കറിയോ പഞ്ചായത്തി രാജിൽ ഓരോരോ മന്ത്രിയാണ്. പിന്നെ ഏത് വകുപ്പ് അവിടെ നീങ്ങിയ? ആരോഗ്യ വകുപ്പിൽ 100 പ്രശ്നങ്ങളുണ്ട്. നയിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പൊതുമരാമത്ത്, റോഡുകളുടെ സ്ഥിതി,
ശോചനീയമായ അവസ്ഥയിലാണ്. നയിക്കാൻ നിർദ്ദേശം കൊടുക്കാൻ ഇവിടെ ആളുണ്ടോ? വികസന കാര്യം ചെർപ്പുളശ്ശേരിയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ നഗരസഭയിലുണ്ടോ? കൂട്ടുത്തരവാദിത്തമില്ലാത്ത, കൂടിയാലോചനയില്ലാത്ത ഒരു ഭരണസമിതിയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ചെർപ്പുളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനീസ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുപീഷ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ജിഷിൽ, വിനോദ് കളത്തൊടി, കെ ടി രതിദേവി, ഷമീർ ഇറക്കിങ്ങൽ, സഞ്ജീവ് ഒറവൻകുന്നത്ത്, പി ആഷിഖ്, അർജുൻ അശോകൻ, പി അക്ബർ അലി, വി ജി ദീപേഷ്, പി സുഭാഷ്, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. നെല്ലായിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. പട്ടിശ്ശേരി ഏറത്ത് വീട്ടിൽ പ്രീതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നെല്ലായ പള്ളിപ്പടിയിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പട്ടിശ്ശേരി ഏറത്ത് വീട്ടിൽ പ്രീതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഭർത്താവ് രാമൻകുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. നെല്ലായ പള്ളിപ്പടി മപ്പാട്ടുകര റോഡ് ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. മപ്പാട്ടുകര ഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറും ചെർപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പ്രദേശത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ നിത്യസംഭവമാണെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു. ഇവിടെ എങ്ങനെ വരുന്നിടത്ത് ഒരു സിഗ്നൽ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരു മരണം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സഹകരിച്ചിട്ട് അത് ഇവിടെ ചെയ്യണം. മപ്പാട്ട് റോഡ് മറ്റങ്ങനെ ഇറങ്ങുന്നതും ശ്രദ്ധ കമ്മിയുണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. നിപ്പ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. നിപ്പ എന്ന വൈറസ് വവ്വാലിൽ നിന്നോ പന്നി തുടങ്ങിയവയിൽ കാണുന്ന ഒരു വൈറസാണ്. ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം. അത് വൈറസ് ബാധിതയുള്ള വവ്വാലിൻ്റെയോ പന്നിയുടെയോ കാഷ്ടം, ഉമിനീർ, മൂത്രം എന്നിവ കലർന്ന പാനീയങ്ങളും ഇവ കഴിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയാണ് അത് നമ്മളിലോട്ട് പകരുന്നത്. ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പനി, അതിശക്തമായ തലവേദന, ഛർദി, വയറിളക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളുള്ളത്. ഈ ലക്ഷണങ്ങളുള്ളവർ സ്വയം ചികിത്സിക്കാതെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ജിഷ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജന, ഹെൽത്ത് ഇൻസ്പെക്ടർ PU സുഹേൽ എന്നിവർ ക്ലാസുകൾ എടുത്തു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കച്ചവട സ്ഥാപനങ്ങളിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പഴങ്ങൾ, പച്ചക്കറികൾ അടച്ച് സൂക്ഷിക്കുകയും ചെയ്യുക. പനി അനുബന്ധ രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രികളിൽ ചികിത്സ തേടുക, ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഭീതിയുടെ ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. CCN ചെത്തല്ലൂർ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാത നവീകരണത്തിന്റെ ദർഘാസ് നടപടി ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കി പണി തുടങ്ങും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രാഥമിക യോഗം ചേർന്നു. K പ്രേംകുമാർ MLA-യും P മമ്മിക്കുട്ടി MLA-യും യോഗത്തിൽ പങ്കെടുത്തു. ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ വാട്ടർ അതോറിറ്റിയുടെ വിജിലൻസ്, അതുപോലെ തന്നെ പ്രൊജക്ട് ഉൾപ്പെടെ, അതുപോലെ തന്നെ സോഷ്യൽ പ്രോജക്റ്റ്, വിവിധ വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ശ്രീകൃഷ്ണപുരത്ത് വെച്ചാണ് യോഗം എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ MLA എന്നുള്ളതിൽ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കിഫ്ബി വഴിയുള്ള 54 കോടി രൂപ ചിലവിലാണ് പാത നവീകരിക്കുന്നത്. ഒറ്റപ്പാലം മുതൽ 11 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുക. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രാഥമിക യോഗം ചേർന്നു. K പ്രേംകുമാർ MLA-യും P മമ്മിക്കുട്ടി MLA-യും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഫോറസ്റ്റ്, KSEB, വാട്ടർ അതോറിറ്റി, PWD, കിഫ്ബി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. നക്ഷത്ര ബംഗ്ലാവ് ഒരുക്കി കോട്ടപ്പുറ ഹെലൻ കെല്ലർ സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E രാജൻ ചാന്ദ്രദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. മിസ്റ്ററി ഡോംസ് എന്ന സ്ഥാപനത്തിന്റെ മൊബൈൽ പ്ലാനറ്റോറിയം സ്കൂളിലെത്തിച്ച് കുട്ടികൾക്ക് ഗ്രഹങ്ങളെക്കുറിച്ചും ആകാശഗംഗ, സൗരയൂഥം എന്നിവയെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ അവസരം നൽകിയാണ് ഇത്തവണ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂൾ ചാന്ദ്രദിനം ആഘോഷിച്ചത്. സമീപത്തുള്ള വിദ്യാലയമായ കരിമ്പുഴ MLP സ്കൂളിലെ 300ഓളം കുട്ടികളും നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കാനെത്തി. ആകെ 12 പ്രദർശനങ്ങളാണ് നടന്നത്. PTA പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരള ചെർപ്പുളശ്ശേരി BPC പ്രിയേഷ് മുഖ്യാതിഥിയായിരുന്നു. എപ്പോഴും
തന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട് അല്ലേ? കണ്ണുകൊണ്ട് കാണാലോ. പക്ഷേ മനുഷ്യർക്ക് എല്ലാ ഭൂമിയുടെ ഏതറ്റം വരെയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കാഴ്ച ഉള്ളവർക്ക് തന്നെ കാഴ്ചയുടെ ഒരു ദൂരത്തിനൊരു പരിധിയുണ്ട് അല്ലെ? അതുപോലെ കേൾവിക്കുമുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും. പക്ഷെ മനുഷ്യന്റെ ഭാവനയ്ക്കും മനുഷ്യന്റെ ചിന്തയ്ക്കും അതിരുകളില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും അതിനുമപ്പുറം എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ അന്വേഷിച്ചാണ് അവൻ ഈ ഭൂമി അതിന്റെ ആകൃതിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആലോചനകൾ നടന്നു. ചില കഴിഞ്ഞ 3 നൂറ്റാണ്ട് വരെയുള്ള നിഗമനം. മിസ്റ്ററി ഡോംസ് പ്ലാനറ്റോറിയം മാനേജർ KA മുഹമ്മദ് റാഫി, കരിമ്പുഴ MLP സ്കൂൾ പ്രധാനാധ്യാപിക KC ദീപ, സീനിയർ അസിസ്റ്റന്റ് RT ബിജു, അധ്യാപക പരിശീലന കേന്ദ്രം കോഴ്സ് കോർഡിനേറ്റർ കിരൺ കുമാർ, ശാസ്ത്രാധ്യാപകൻ ക്ലിൻ മാത്യു എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്നും പ്രമേയം പരാജയപ്പെടുമെന്നും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ. 24-ന് തനിക്കെതിരെ സ്വന്തം മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ CCN ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അഫ്സൽ. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. 25-നാണെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ സ്വാഭാവിക അവിശ്വാസ പ്രമേയം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിൻ്റെ സ്വാഭാവിക നടപടികളൊക്കെ അത് നടക്കും. അത് ഫ്ലോർ നമ്മൾ ക്ലിയർ ചെയ്യും. അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് അങ്ങനെ തന്നെയാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം അംഗൻവാടിക്ക് സമീപം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ലോറി ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. തമിഴ്നാട് നാമക്കല്ലിൽ നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് കോഴിമുട്ട കയറ്റി വന്ന ലോറിയും പട്ടാമ്പിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ആക്രി വസ്തുക്കൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ലോറി ഡ്രൈവർ സൂര്യ, കണ്ടെയ്നർ ലോറി ഡ്രൈവർ ഹരിയാന സ്വദേശി ഹാലം എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്നും അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്നും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ. 24-ന് തനിക്കെതിരെ സ്വന്തം മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ CCN ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അഫ്സൽ. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. നെല്ലായിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. പട്ടിശ്ശേരി ഏറത്തു വീട്ടിൽ പ്രീതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നെല്ലായ പള്ളിപ്പടിയിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം. മലപ്പുറം കുടുംബ കോടതി പരിസരത്ത് ഭർത്തൃമാതാവിനെ മരുമകൻ വെട്ടി പരിക്കേൽപ്പിച്ചു. അരീക്കോട് കാവനൂർ സ്വദേശിനി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടൂർ സ്വദേശി ബൈജുമോനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.